ഇന്ന് എങ്ങോട്ടാ മാളുട്ടി? ഇന്ന് മാള് സ്കൂളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പ് പോവാണ് കേട്ടോ. മാള് ഭയങ്കര സന്തോഷത്തിലാട്ടോ ഇന്നത് കാരണം ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് കിടുക്കാച്ചി ട്രിപ്പ് പോയിട്ട് വരാം അല്ലേ? മാളുവിൻ്റെ അപ്പം ഇവിടെ മസ്കറ്റിലെ 3ാമത്തെ എക്സ്കർഷനാട്ടോ. ഇത് 5ാം ക്ലാസ്സിലെ മാളുവിൻ്റെ ഫോട്ടോ. പിന്നെ ഇത് 6ാം ക്ലാസ്സിലെ ഫോട്ടോ. ഇനി 7ാം ക്ലാസ്സിലെ ഫോട്ടോ. 7ാം ക്ലാസ്സിലെ ഫോട്ടോ മാളുവിന് എന്നാ മാളു എടുക്കുന്നത്? 20 സെക്കൻഡ് 2 ദിവസം അവിടെ കഴിഞ്ഞ് 7ാം ക്ലാസ്സിലെ ഫോട്ടോ എടുക്കും. അപ്പോൾ അവിടെ ഒരു ഫോട്ടോയും കൂടെ വരും അല്ലേ? ഇന്ന് നല്ല ഉത്സാഹം കേട്ടോ ടൂറായ കാരണം പോകാനായിട്ട്. പിന്നെ ഇപ്പം സമയം ഒരു 6:10 ആയിട്ടുണ്ട്. 6:20 ആകുമ്പോഴത്തേനും ബസ് വരും. നേരത്തെ ആൾ റെഡി ആയിട്ടിരിക്കുകയാണ്. 6:20-നും 25-നും ഇടയ്ക്കാണ് ബസ് വരുന്നത്. നേരം വെളുത്ത് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ താഴത്തേക്ക് പോകാറുണ്ട് കേട്ടോ കൂട്ടിന്. എൻ്റെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ശരിയാണല്ലോ. പക്ഷേ പിന്നെ മാളുവിന് സൺഗ്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് താഴേന്നല്ല. അപ്പം അത് കാറിലാണ് ഇരിക്കണത്. മാളുന്നുണ്ട്, മാളൊരു തുള്ളല് ഉണ്ട്. സ്കൂളിൽ പോകുന്നിടത്ത് ഇങ്ങനെയൊന്നും തുള്ളാറില്ല അല്ലേ? ഒന്നും ഭയങ്കര ഹാപ്പി അല്ലേ? ഞങ്ങൾ താഴെ ബസ്സിന് വെയിറ്റ് ചെയ്യണം. നല്ല തണുപ്പുണ്ട്. നേരം വെളുക്കണുള്ളൂ കേട്ടോ. മാള് സ്കൂളിൽ പോണ സമയം ഇതുപോലെ നേരം വെളുത്ത് വരുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പൊ വിന്റർ ആയതുകൊണ്ട്. അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് വെട്ടം ഉണ്ടാവും. ഈ സമയത്ത് എപ്പോഴും ഇങ്ങനെയാണ്. നല്ല തണുപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് കുറയും കേട്ടോ. വെയിൽ വരുമ്പോഴത്തേനും തണുപ്പ് മാറാറുണ്ട്. അതിന് ഹാപ്പി അല്ലേ? മാളുവിൻ്റെ ബസ് ഇപ്പം തന്നെ വരും. അതിനകത്ത് മാളുവിൻ്റെ കൂട്ടുകാരികൾ തനി, ഷൺമി, മെറീസ എല്ലാവരും ഉണ്ടാവും. അടിപൊളി അല്ലേ? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഓരോരോ ക്ലാസ് ആയിട്ടാ. ചിലപ്പോ ഇപ്പൊ വലിയ 40 സീറ്റഡ് ബസ്സാ. അപ്പൊ 2 ക്ലാസ് ഉണ്ട്. 50 സീറ്റഡ് ബസ്സാ, വലിയ ബസ്സാ. അപ്പൊ 2 ക്ലാസ് മിക്സ് ആയിരിക്കും. ഷഫിൾ ചെയ്യാൻ ചാൻസ് കൂടും. ആളുകുട്ടിയുടെ ബസ് വന്നു. ഭയങ്കര സന്തോഷമായിട്ടാണ്. ആള് പോണ കാണുമ്പോൾ എനിക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോണ സമയത്ത് എന്ത് സന്തോഷമാണ്. അതിങ്ങനെ ഓർമ്മ വരും കേട്ടോ. സ്കൂളിൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എത്തും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ലൈവ് ലൊക്കേഷൻ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചെന്ന് കഴിയുമ്പോഴും ഒക്കെ അവർ ഇൻഫർമേഷൻ തരുകയും ചെയ്യും ചെന്നോന്നൊക്കെ. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാം കേട്ടോ. 7 മണിക്കാണ് മിക്കപ്പോഴും ചെല്ലുന്നത്. അങ്ങനെ മാളുക്കുട്ടി പോയി. ഇനി നമ്മൾ വൈകിട്ട് പോയി മാളോനെ വിളിച്ചുകൊണ്ട് വരണം. ഒരു 5 മണിയൊക്കെ 6 മണി ആ സമയത്തേക്കായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പോൾ സ്കൂളിൽ പോയി വിളിച്ചുകൊണ്ട് വരണം. മാളുവിന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണ്ടാത്ത കാരണം രാവിലെ ആ പരിപാടി കഴിഞ്ഞില്ല കേട്ടോ. അപ്പം മാളു പോയി കഴിഞ്ഞപ്പം ഇച്ചിരി ദോശമാവ് ഇരിക്കണ്ടായിരുന്നു. കുറച്ച് ദോശ ഉണ്ടാക്കി ഒരു ചട്നിയും കൂടെ സെറ്റാക്കി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കേട്ടോ. ഞാൻ ഈ ചേട്ടൻ പോകാനായിട്ട് റെഡിയായി. ഇനി റെഡിയായി കഴിയുമ്പം ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഭക്ഷണം കഴിച്ചു. മാളു ഇന്ന് സ്കൂളിൽ നിന്ന് തന്നെയാട്ടോ. മാളുവിന് എല്ലാ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഒക്കെ സ്കൂളിൽ നിന്നായിരിക്കും. ഒരു 5 മണിയാകുമ്പോഴത്തേനും എത്തുമായിരിക്കും. അപ്പോൾ നമ്മൾ ചെന്ന് വിളിച്ചുകൊണ്ട് വരണം. അവരവിടെ നിന്ന് തിരിക്കുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് ഇടും. അപ്പോൾ നമ്മൾ പേരൻസ് പോയി അവിടെ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അനീഷേട്ടന് ഓഫീസ് ടൈമായി. അനീഷേട്ടൻ പോവും. ഇനി ചോറിനാനായിട്ട് ഉച്ചയ്ക്കാട്ടോ വരുന്നത്. ഉച്ചയ്ക്ക് ചോറിനാൻ വരും. ഉച്ചയൂണിന് നമുക്കുള്ളത് ഇന്ന് കുറച്ച് ഇറച്ചിക്കറി ഉണ്ട് കേട്ടോ. അത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു ഫാമിലി നാട്ടിൽ പോയിട്ട് നമ്മുടെ ജോവലിൻ്റെയൊക്കെ ഫാമിലി നാട്ടിൽ പോയപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ ചെമ്മീൻ കറി ഉണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, പിന്നെ അയില വറുത്തതുണ്ട്, പിന്നെ ഇച്ചിരി ചമ്മന്തി ആട്ടോ. അത് രാവിലത്തെ ചമ്മന്തി. എനിക്ക് ഈ ചമ്മന്തി ചോറിലൊഴിച്ച് കൂട്ടാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇതാണ് കേട്ടോ. നമ്മളപ്പോൾ മാളുവിൻ്റെ സ്കൂളിൽ പോവുക കേട്ടോ. മാളുവിൻ്റെ ടൂറ് കഴിഞ്ഞു. ടീച്ചർമാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് 5:15 ആകുമ്പോൾ ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഏകദേശം ആ സമയത്ത് എത്താൻ അതിന് നമ്മൾ ഇറങ്ങി. പിന്നെ
പിന്നെ മാളുവിൻ്റെ കൂടെ തിരിച്ച് മാളുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പം നമുക്ക് മാളുവിൻ്റെ സ്കൂളിലേക്ക് പോകാം. ഈ സമയം തിരക്ക് തുടങ്ങാറാവുന്ന ഒരു ടൈമിംഗ് ആയുള്ളൂ കേട്ടോ. ഒരു 5:30 കഴിഞ്ഞാകുമ്പോൾ റോഡിൽ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇല്ല. മാളുവിൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴി റോഡിന് വീതി കുറവാട്ടോ. അതെ, ഇവിടെ വീതി കൂട്ടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. മലയൊക്കെ പൊട്ടിച്ചു തുടങ്ങി. ഈ വഴിയാണ് മാളുവിൻ്റെ സ്കൂളിലേക്ക് പോകുന്നത്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറി കേട്ടോ. സ്കൂളിലേക്കുള്ള ഇടവഴിയിലേക്ക് കയറി. ഓരോ പേരൻസും വന്ന് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ എല്ലാവരും വന്ന് നിൽക്കും. നമ്മൾ ഒത്തിരി ഇതാണ് മാളുവിൻ്റെ സ്കൂള്. ഈ വിങ് തൊട്ട് അങ്ങ് വിങ് വരെ ഉള്ളതാണ്. എച്ചിൻ്റെ ഒരു ഷേപ്പാന്ന് തോന്നുന്നു കേട്ടോ. നടുക്ക് വേറൊരു മോഡല്. അപ്പോൾ ഇവിടെയാണ് സാധാരണ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വരുമ്പം പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അവർ ബാക്കിലാണ് വന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ ബാക്കിലെത്തി. ഈ ബാക്ക് ഭാഗം ഇവരുടെ സ്പോർട്സിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേനും കുറച്ച് പേരൻസ് വന്ന് അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. ഇവിടെയാണ് ഇവർ സ്കൂൾ ബസ്സൊക്കെ വന്ന് പിള്ളേരെ ഇറക്കി വിടുന്നതും. സ്കൂൾ ബസ്സിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഈ സ്ഥലം. അതുകൊണ്ടായിരിക്കണം ഇവിടെ വന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ പേരൻസ് മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഒരു 10 മിനിറ്റും കൂടി ഉണ്ടാവും അവർ വരാനായിട്ട്. അപ്പോൾ ഫ്രണ്ടിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇത് ബാക്ക് സൈഡാണ്. ഈ ബാക്ക് സൈഡിലാണ് സ്പോർട്സിൻ്റെ എല്ലാ പരിപാടികളൊക്കെ നടക്കുന്നത്. സ്പോർട്സ് ഡേയുടെ അന്നൊക്കെ നമ്മൾ സ്കൂളിൽ വരാറുണ്ട്. ഈ കാണുന്നത് സൈഡ് ഭാഗത്തുള്ള പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ പേരൻസ് മീറ്റിങ്ങിനൊക്കെ വരുമ്പം സാധാരണയായിട്ട് എന്ത് കാര്യത്തിന് വന്നാലും പാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ട് പാർക്ക് ചെയ്യും. ഇത് സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം. അവിടെ ഉണ്ട് കേട്ടോ പാർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ എല്ലാവരും തന്നെ ഇപ്പുറ സൈഡിലാണ്. അതാണ് സൗകര്യം. ഈ സൈഡിൽ കൂടെ കയറിപ്പോകാം. ഇവിടെ ഒരു വാതിലുണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോണേ. ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നും കയറാം. പിന്നെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് കുറച്ച് ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. അതിപ്പോൾ വന്നു. ഞങ്ങൾ മാളുവിനെ ചേർക്കുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഒരു ബസ് വരുന്നത് ഞാൻ കണ്ടു കേട്ടോ. അവിടെ നിന്ന് ആ കാണുന്ന ബസ് ഒരെണ്ണം വന്നിട്ടുണ്ട്. അതിൽ മാളു ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്താ ആദ്യത്തെ ബസ്സിൽ തന്നെ മാളും ഉണ്ടായിരുന്നു കേട്ടോ. അവർ ടീച്ചേഴ്സ് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് പേരൻസ് ഓരോരുത്തരായിട്ട് പോയി വിളിച്ചുകൊണ്ട് വന്നു. മാളുവിൻ്റെ ബസ് എല്ലാ പിള്ളേരും തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. അടുത്ത ബസ് വന്നു. അപ്പം 3 ബസ്സോ 4 ബസ്സോ ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത ബസ് വന്നു. അപ്പം മാളുവിനെയൊക്കെ കൊണ്ടുപോയി ഉള്ളിലിരുത്തിയേക്കാണ്. എല്ലാം സെറ്റായി കഴിയുമ്പോൾ ഓരോ പേരൻസിനെ പോയി വിളിക്കാം കേട്ടോ. അപ്പോൾ പേരൻസിനെ വിളിക്കാനുള്ള ടൈമായി. ഞങ്ങൾ പോയി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി മാളുവിനെ കണ്ടുപിടിക്കണം. പിന്നെ മാളുവിൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ വന്നിട്ടുള്ളൂ. ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ലാസ്റ്റ് ബസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്നതാണ് ലാസ്റ്റ് ബസ്. അതിൽ കാണും ഒരാൾ, താൻവി ഷാൻവി, അതിലൊരാളാണ് കേട്ടോ വരാനുള്ളത്. അവരെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് നേരെ പോകും. ഈ ബസ്സിലുണ്ടാവും. കുട്ടി ടൂർ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു മാളു ടൂറ്? കുഴപ്പമില്ലായിരുന്നു. അടിച്ചു വിളിച്ചാ? അപ്പൊ മാളുക്കുട്ടിയുടെ ഇന്നത്തെ ടൂറ് കഴിഞ്ഞു. മാളുവിന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. 3 പേരെ ഞങ്ങൾ വീട്ടിലാക്കി. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഒരു ചായ കുടിക്കണം. അപ്പൊ നമ്മുടെ സ്ഥിരം ചായക്കടയിലെത്തി. ടീ ആൻഡ് ബൈറ്റ്സ്. ഇവിടെ കയറി ഒരേ ചായ കുടിച്ചിട്ട് നേരെ വരും. ഞാൻ ചേട്ടന് ഒരേ ചായയും പറഞ്ഞു. 3 പേർക്കും ഒരേ പപ്സും പറഞ്ഞു കേട്ടോ. ഞങ്ങളപ്പോൾ ടീ ആൻഡ് ബൈറ്റ്സിന് ചായ കുടിച്ചു കഴിഞ്ഞു. ഞാൻ 2 ബണ്ണെടുത്തോട്ടെ. ഞാൻ ഒരു ബണ്ണെടുത്തു. മാളു വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് മാളു എന്തേന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 എടുത്തു. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ തല്ലാവൂലേ.